അപ്പോൾ ഞങ്ങൾ ഗ്രീൻ പ്ലാനറ്റ് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഒരു മെമ്പേഴ്സാണ്. അപ്പോൾ 11 പേരാണ് ഇന്ന് ട്രക്കിങ്ങിന് വന്നത്. ട്രക്കിങ് അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു. പോകുന്ന വഴിയിൽ ആനക്കൂട്ടത്തിനെ കണ്ടു. അതൊരു തവണയില്ല, അത് കഴിഞ്ഞ് കുറച്ച് പോയിട്ട് അവിടെയും കണ്ടു. പിന്നെ വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംബനോസർ പിറ്റ് വൈപ്പർ, അതിനെ കാണാൻ പറ്റി. അപ്പോൾ പിന്നെ ഇഷ്ടം വളരെയധികം ബേഡ്സ് ഉണ്ട്. നമ്മുടെ പീജിയനായാലും പലതരത്തിലുള്ള ബേഡ്സുകളെ കാണാൻ പറ്റി. വേളാമ്പലി, അങ്ങനെ പലതരത്തിലുള്ള ബേഡ്സിനെ കാണാൻ പറ്റി. ട്രക്കിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഡിഫറെൻറ്റ് ടെറൈനിൽ ഒരു ടെറൈനിൻ്റെ ആ ഫീലിങ്സ് ശരിക്കും കിട്ടി. ഒരു നല്ലൊരു പാറയുടെ മുകളിലൂടെ പോകും, നല്ലൊരു പച്ചപ്പിലൂടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറൈൻ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റി. മറ്റുള്ള പല സ്ഥലങ്ങളിലും ട്രക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ അതിരപ്പള്ളിയുടെ ഈ ട്രക്കിങ്, നാടുകാണി ട്രക്കിങ് ഒരു വളരെ ഗ്രേറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് ഇത് സംഘടിപ്പിച്ച ഗൈഡുമാരും വളരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ സുബീഷ് സാറ് ഒക്കെ നല്ല രീതിയിൽ ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ അവർ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് വളരെ സേഫായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ഞങ്ങൾ കൊണ്ടുവന്നു. വലിയൊരു എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു. അടുത്തത് നാടുകാണി ട്രക്കിങ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു റിക്വസ്റ്റായിട്ട് പറയാനുള്ളത്, ഇത്രയും വലിയ കയറ്റം വേണ്ടിയിരുന്നില്ല. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കയറാനായിട്ട്. അതുപോലെ തന്നെ തിരിച്ചിറങ്ങുന്ന റൂട്ട് സെയിം റൂട്ടായതും ചെറിയൊരു വിഷമമുണ്ട്. പുതിയൊരു റൂട്ട് കൂടി കണ്ടെത്തിയിട്ട് അതിലെയാണ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സന്തോഷമായേനെ. കാരണം നമ്മൾ വന്ന വഴി കൂടെ തന്നെ ആ കാഴ്ചകൾ കണ്ടുവരുന്നതിനേക്കാളും പുതിയൊരു വഴി കൂടെ പുതിയ കാഴ്ചകൾ കണ്ടുവരുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതൊരു സജഷനായിട്ട് പറയുന്നു. പിന്നെ ഫുഡ് അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നല്ല അറ്റ്മോസ്ഫിയറാണ്. ഈ ബാമ്പുവിൻ്റെ ഒരു ഹട്ടും ഇതിലിരുന്നുള്ള ഫുഡും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ താങ്ക് യു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. നാടുകാണി ട്രക്കിങ് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. നല്ല രീതിയിൽ റെപ്റ്റൈൽ ആൻഡ് ബേഡ്സ് ഡൈവേഴ്സിറ്റി നല്ല രീതിയിലുണ്ട്. ആനിമൽ ഡൈവേഴ്സിറ്റിയും അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റി. അതുപോലെ എലിഫൻസിനെയൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. പിന്നെ കരടിയുടെ കാഷ്ടവും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ചാല്, ഇതെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റി. പിന്നെ മെയിനായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടൈഗറിൻ്റെ പക്മാർക്ക് വളരെ നല്ല രീതിയിൽ തൊട്ടടുത്ത് കാണാൻ പറ്റി. റെപ്റ്റൈൽസിലാണെങ്കിൽ നമ്മുടെ പിറ്റ് വൈപ്പറെ കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബേഡ്സിൻ്റെ ഡൈവേഴ്സിറ്റി ആണെങ്കിലും ഉണ്ട്. നിങ്ങളെല്ലാവരും തന്നെ മാക്സിമം റെക്കമെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏർലി മോർണിംഗ് വരികയാണ് ഏറ്റവും നല്ലത്. കാരണം വെയിലൊക്കെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിങ്ങിന് ബുദ്ധിമുട്ടാവും. വളരെ നേരത്തെ തന്നെ വന്ന് ട്രക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും. താങ്ക് യു.